എഴുന്നേൽക്കൂ. പെരുമീൻ ഉദിച്ചു. ചന്ദനെ വിളിച്ചുള്ളൂ. എന്നെ ചിറയിലേക്ക് നീരാട്ടിന് കൊണ്ടുപോവാൻ അമ്മമാർ ഇപ്പോഴെത്തും. നല്ല വെള്ളമുത്തുകൾ നിനക്ക് ചേരും. വേദനിക്കുന്നു. ഉദയനന്റെ മരുമകൾക്കോ? ഇവിടെയൊക്കെ ഇരുട്ടാണ്. ഞാനിപ്പോ എന്താ ചെയ്യുക? ഞാൻ നീ ഇതുവരെ എന്താ എഴുന്നേൽക്കാനിത്? നേരം പുലർച്ചയായില്ലേ? ഞാനിത്തിരി ഉറങ്ങിപ്പോയമ്മേ. നേരം പുലർന്നത് അറിഞ്ഞില്ല. കുളിച്ച് ക്ഷേത്രത്തിൽ പോകണ്ടേ? നീ എന്തിനാ വിളക്ക് ഊതിക്കെടുത്തിയത്? നേരം പുലർന്നില്ലേ അമ്മേ? ഇനി എന്തിനാ വിളക്ക്? അമ്മേ, പുറത്താരോ ഒരു നിഴൽ പോലെ. ആരാ? ആരാ? ആരുമല്ല, വല്ല വാഴത്തൈന്റെ നിഴലായിരിക്കും. നേരത്തിനും കാലത്തിനും കല്യാണം കഴിക്കാത്തോണ്ടാ പെണ്ണിന് പേടിയൊക്കെ. കഞ്ഞി വരേണ്ട കാലമായില്ലേ? നാത്തും പറഞ്ഞത് നേരാ. വരൂ കുട്ടി, നട തുറക്കാറായി. കമ്മാറാ, അടിയെ, ഉണ്ണിമാവിന് കാവലൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞില്ലേ? ഏർപ്പെടുത്തി കഴിഞ്ഞു. ഉണ്ണിമാധുവിനെ നീ വെറുതെ തെറ്റിദ്ധരിക്കുക. ആ പെണ്ണല്ലേ ഏതിനും കരുതൽ നിന്ന്. ഈ കുടുംബത്തിൽ ഇന്നോളം നടുപ്പാതിരായ്ക്ക് പെണ്ണറയ്ക്കരികിലൂടെ ആരും ഓടിപ്പോകാൻ ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷേ അത് സംഭവിച്ചു. പേന, അത് അവളുടെ വല്ല കൂട്ടുകാരിയും എന്റെ ശിഷ്യന്മാരിൽ വല്ലവരെയും പാതിരായ്ക്ക് ഒളിഞ്ഞും പതിഞ്ഞും കണ്ടുമുട്ടുന്നതാവും. പുറംവാതിൽ കുതിക്കാൻ പോകുന്ന ശിഷ്യന്മാർ എനിക്കില്ല. ഉണ്ടായാൽ കമ്മാരാ, അടിയെ, ഒന്നാം മുറിക്ക് തത്തമ്മ കാവലുണ്ടോ? ഉണ്ട്. രണ്ടാം മുറിക്ക് കൊമ്പനാനയും, മൂന്നാം മുറിക്ക് നാഗവും, നാലാം മുറിക്ക് മല്ലനും കാവൽ കിടക്കട്ടെ. അടിയെ, ആ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നീ ഇപ്പൊ എങ്ങോട്ട് പോണു? അംഗത്തിന് നാളെടുത്ത് വരികയല്ലേ, ഒന്ന് പയറ്റി പുതുക്കട്ടെ. നാളെ നേരം വിളിക്കുമ്പോ ഞാൻ ഇനി എത്തിക്കൊള്ളാം. ആ പോയി വാ. എന്തൊക്കെയോ പന്തികേടുണ്ട്. അമ്മേ, എന്റെ ഉടവാൾ. നമുക്കൊന്ന് മയങ്ങാടി. ആന ചിന്നം മുഴക്കി മതപ്പാട് കൊണ്ടായിരിക്കും. കാവൽക്കാർ ഉറങ്ങിയോ? ഉറങ്ങിയോ? ഇല്ല, ഇല്ല, ഉറങ്ങിയിട്ടില്ല. തച്ചോളി കൊമ്പ, നീയാണോ കാവൽക്കാരൻ? വഴിമാറി നിൽക്കും. ഇല്ലെങ്കിൽ നിന്റെ നടനാലും വെട്ടി ഞാൻ കോട്ടയ്ക്ക് തൂണ് നാട്ടും. ഇരിക്കടാ, ഇരിക്കിൻ. എടാ ഇരിക്കാനാണ് പറഞ്ഞത്. എടാ ഇരിയടാ.
കുങ്കേ, എന്താ? എന്നെ ആരെങ്കിലും വിളിച്ചോ? ഇല്ല.